ഇവന്മാരെല്ലാം വന്ന് വീട് കുത്തിപ്പൊളിച്ച് എന്നെ പിടിച്ചോണ്ട് പോയത്. അക്കലവിടെ കിഴക്കേ വശത്ത് ആ ജനലിന്റെ അവിടെ വന്നിരുന്ന അക്കെ ഓർമ്മയുണ്ടോ? ആ വൈകിട്ട് സന്ധ്യയായി, ഞാൻ വിളക്ക് കത്തിച്ചു കഴിഞ്ഞായിരുന്നു, ഓർമ്മയില്ലയോ? ഇവന്മാരെ കൊണ്ടുവന്നത്? ആരെ കൊണ്ടുവന്നത് ഇവന്മാരെ? ഒരു സന്തുല എന്ന് പറയുന്ന ഒരു ആശുപത്രിന്ന് അവന്മാര് ഗൂണ്ടകള് വന്നത്. പിന്നെ നിങ്ങളെന്തോ വിചാരിച്ചത്? കോട്ടയത്തുള്ളൊരു ഏറ്റുമാനൂര് ഇവനാ ഇതിന്റെ നമ്മുടെ പ്രമാണം നമ്മുടെ പെരക്കകത്ത് ഇരിക്കുന്നെന്നും പറഞ്ഞോണ്ടാ ഇവൻ കുറെ അക്ക അത് കേൾക്കുമായിരുന്നോ? കുറെ ഗൂണ്ടകളൊക്കെ വന്നേച്ച് നമ്മളെ ചീത്ത വിളിക്കുന്നത് ഒക്കെ കേട്ടിട്ടില്ലയോ? എന്നും ഇവിടെ വരത്തില്ലായിരുന്നോ? നിന്നെ അങ്ങനെ ചെയ്യപടി, നിന്നെ ഇങ്ങനെ ചെയ്യൊക്കെ ഒക്കെ കേട്ടിട്ടില്ലയോ? ഒക്കെ നമ്മുടെ 5 ക്യാമറയാ പൊട്ടിച്ചത്. ഏതെങ്കിലും വീട്ടിൽ നടക്കുവൊക്കെ? എല്ലാം കൂടെ 50,000 രൂപ ആയതാന്ന് നമുക്ക്. ക്യാമറയും DVR-ഉം അതും കൂടെ എടുത്തോണ്ട് പോയി. കാരണം നമ്മുടെ വീട്ടിലേ അതിനകത്തില്ലയോ നമ്മൾ നമ്മുടെ വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കുന്നത്. ഇവന്മാര് വന്ന് കാണിക്കുന്ന കോപ്പെല്ലാം അതിനകത്തില്ലയോ? അതിനാ ഇവന്മാര് വന്ന് കയറി അതും എടുത്തോണ്ട് പോയത്. ഇപ്പൊ ഇവൻ ഇവിടെ ഇല്ലയോ? എന്തോ അവനാ ഒന്ന്. അതെവിടെ ഈ ഗോകുലം ഗോപാലിന്റെ കൊട്ടക? ഇവൻ എന്തെടുക്ക ഇപ്പൊ ഈ ബിജു എന്ന് പറയുന്നവൻ? അവനും നമ്മളെ ഇല്ല അമ്പാടിക്കടയിലോട്ടൊരു ദിവസം കേറി വന്ന എന്നെ ഉപദ്രവിക്കാന്. ഇവൻ ആരാന്നറിയാവോ? ഇവൻ എന്നിട്ട് അമ്പാടിയിലെ ആ ആന്റിക്ക് അങ്ങ് പേടിയായി. അവര് പറഞ്ഞു പോ മോളെ, മോള് പോന്ന് കേട്ടോ. നിനക്ക് ഇവന്റെ കാര്യം നോക്കിയാ പോരായോ? കൊണ്ട് വരുമായിരുന്നു. എന്റെ കൊച്ചുങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഉണ്ട് അങ്ങാണ്ട് അന്ന് 2 ദിവസം ചീത്ത വിളിച്ചപ്പോ ഞങ്ങളെ കൊച്ചു എന്നോട് ഇളയോള് പറഞ്ഞു, അമ്മയെ കണ്ട് ഭയങ്കര ചീത്തവിളി. അവള് പയ്യപ്പെട്ട എന്നോട് പറഞ്ഞു, അല്ലെ അവളൊരു കാര്യം പറയത്തില്ല. എന്നിട്ട് ഞാൻ ഞായറാഴ്ച ദിവസം വീട്ടിൽ നിന്നു. എന്നപ്പോ ചീത്തവിളിയായിരുന്നു. ചീത്തവിളിക്ക് ഞാൻ അതിന്റെ അപ്പുറം പകുതി ഞാനങ്ങ് പാടിക്കൊടുത്തു. പാടിക്കൊടുത്ത് അവൻ നട എന്റെ വടക്കേറ്റത്തൊരു തെങ്ങിക്കുന്നുണ്ട്. തെങ്ങിന്റെ അടുത്ത് ഞാൻ വെട്ടോത്തി എടുത്തോണ്ടങ്ങ് ഇറങ്ങി. അണ്ടയ്ക്ക് പറഞ്ഞാൽ അതിയാക്കൊന്നും നീ ഉണ്ടായി നീ ഇങ്ങോട്ട് കയറി വേണം. നിന്റെ പെടലി ഞാൻ വെട്ടി വരും. അന്നില്ല അന്നേരം ബിന്ദുവിനെ തള്ള പോയി ചെയ്യും. ബിന്ദു ഇനി വന്ന് അനിയും വന്ന് ഇന്ദിരയൊക്കെയും കൂടെ അങ്ങ് തിരിച്ചുകൊണ്ട് പോയി. പിന്നെ ഇന്ന നാരികരെ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഈ ഇടയ്ക്കെങ്ങാണ്ടാണോ? വർഷങ്ങൾ അത് ഞാൻ പറഞ്ഞു അയ്യത്ത് കയറിയൊക്കെ പിന്നെ വെട്ടിയാൻ താഴെ വെക്കുമെന്നാണ്. അതാ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഇവന്മാരുടെ സാമർത്ഥ്യം ഒക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഏതവനാ കയറുന്നത് വെച്ചാൽ അവന്റെ കാലും കൈ ഞങ്ങൾ വെട്ടി തല്ലി ഓടിച്ചിടുമെന്ന്. അഹങ്കാരത്തിന് കയറ്റി വിടുവല്ലേ ഓരോ അവന്മാര് നമ്മുടെ വീട്ടിലോട്ട്, അഹങ്കാരത്തിന്. അതുപോലെ ആഫീസിന്റെ ഒരു കല്ലൂരിയൊന്നും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒക്കെ ഭയങ്കര കൂട്ടായിരുന്നു. കുടിയണ്ണന്റെ മോന് അങ്ങനെ പിള്ളേര് തുണി കഴുകി പെങ്കാലപ്പുറത്തിരിക്കുമ്പോ അവന്റെ വീട്ടിൽ ഇരുന്നിട്ട് കണ്ണാടി വെച്ച് വെയിലത്ത് മുഖത്തോട്ടടിക്കും. പിള്ളേര് കൊച്ചു പിള്ളേരൊക്കെ ചക്കക്കാരെ പഠിക്കുക. അന്നേരം ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, അമ്മ ഇതുപോലെ കണ്ണാടി വെച്ച് വേണ്ട അവന്മാരടിയാണ്. ഞാൻ ഒട്ടും ഇതാക്കില്ല. പിറ്റേന്ന് ഒക്കെ ആഫീസിൽ ജോലിക്ക് അവിടെ വീട്ടിൽ ചെന്നു. രാവിലെ എന്റെ മേളം എന്റെ വീട്ടുകൂടിയൊക്കെ ഇറങ്ങി വന്നു. സൂര്യ ഭഗവാൻ ഞാൻ പറഞ്ഞു അവന്റെ കൈ കാണത്തില്ല അമ്മയ്ക്കും അച്ഛനും വെളിയിടാനും. ഞാൻ എന്റെ ഭർത്താവ് വെച്ചിട്ടില്ല. അവന്റെ ആൾക്കാരാ അവിടുന്ന് അങ്ങ് വരെ കിടക്കുന്നുണ്ട്. ശരിക്കാണെന്ന് പറഞ്ഞു അങ്ങോട്ട് നെഞ്ചത്തിട്ടിരിക്കാനും ആഫീസിൽ
ഞാൻ പറഞ്ഞു വടക്കേ വന്ന് കള്ളി കുടിച്ചിട്ട് അവിടെ ഇരുന്ന് അവന്റെ പെങ്ങളെ അടിച്ച് അങ്ങോട്ട് കാണിക്കട്ടെ, അടിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ ആഫീസുകാരെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെന്തിനാ മുള മേടിക്കണ്ടേ? അക്കയുടെ വീട്ടിലും കാണാം ഇന്ന് വരെ നമ്മൾ എന്തിനും അവരുടെ വീട്ടിലും കാണാം നമ്മൾ ചെന്നിട്ടുണ്ടോ? ചെന്ന് എന്തിനെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല നമ്മളോട് ചിലർക്ക് എന്തോ ശത്രുത. ഈ അല്ല അവളാ പ്രീതയെന്ന് പറയുന്നവളാ. അക്കയ്ക്കറിയാലോ അവള് ആ പാവം പിടിച്ച പയ്യനെ. നിങ്ങൾക്കൊക്കെ അറിയത്തില്ലേ അവളെ അവനെങ്ങനെയാ ചത്തേന്ന്? എൻ്റെ അനിയത്തി എന്ന് പറയുന്നവള്. എല്ലാരും പറയുന്നത് കേട്ടു. നല്ലൊരു കൊച്ചല്ലേ, ഞാനൊരു അയ്യോ പിന്നില്ലയോ, നല്ല ഒന്നാന്തരം ജോലി. അവൻ്റെ എല്ലാം ഊറ്റിയാ 3.5 വസ്തുക്കളും എല്ലാം വിപ്പിച്ച് അവനെ റെഡിയാക്കിയത്. നിങ്ങളെന്തു പറഞ്ഞത്? കെട്ടി തൂങ്ങി ചത്തെന്നോ? കൊന്നു കെട്ടി തൂക്കിയതാണല്ലയോ? ദൈവമേ കഷ്ടം. പാവം. എന്തോരം നല്ല സ്വഭാവമാണെന്നറിയാം. ഓക്കെ ഇല്ല. കൊന്നു കെട്ടി തൂക്കിയതാക്കെ. ഇവളെന്നിട്ട് നല്ല കാശൊക്കെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ, എന്നിട്ട് പറഞ്ഞ ആത്മഹത്യയാണ്. അതെ, ആ മൂത്ത കൊച്ചാ പെടാൻ പോകുന്നത്. അത് പണ്ടേ മുട്ടനാ. എന്നുവെച്ചാ അമ്മച്ചിയും അച്ഛൻ നല്ല പൊക്കമല്ലായിരുന്നു. അച്ഛന് നല്ല പൊക്കമായിരുന്നു. മുരളിക്ക് 6 അടി കൂടുതലുണ്ടായിരുന്നു. ഒത്തൊരാളല്ലായിരുന്നു. മുഖക്കുരു കൊണ്ട് വയ്യ, മുഖം മൊത്തം മുഖക്കുരു. മുഖക്കുരു അതെന്താ? കൊഴുപ്പ് കൂടുമ്പോ മുഖക്കുരു വരുമല്ലോ. നമുക്കാർക്കായാലും മതി. കല്ലുങ്ങള് വന്നപ്പോ ഉള്ളു വരാത്തത്. ഈ അമ്മയുടെ ഒരു അനിയത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു നിന്നില്ലയോ? മഹാപെടക്ക. ഞാനിപ്പോ എല്ലായിടത്തും പോവുക. വഴിയുണ്ടല്ലോ ഇവിടെ. ഞാൻ ആ മരത്തിന്റെ ആ മുറിപ്പിന് റോഡിലോട്ട് ഇറങ്ങാൻ നേരത്തെ കനലൊക്കെ ഇതൊന്ന് തൊഴിലാളിക്കാർ വരും. ഞങ്ങൾ എല്ലാവരും കൂടെ കിഴക്കോട്ട് പോകണം. നിങ്ങൾ അന്ന് വന്ന് കാറ് തിന്നെടുത്ത് ഏതാണ്ട് പിറക്കുക. എവിടെ തിന്നെങ്കിൽ ആരാണ്ട് വന്ന് നിൽക്കുന്ന മോട്ടിക്കാൻ വന്ന് നിൽക്കുക. എൻ്റെ മക്കൾ ഭയങ്കര അന്നേരം ഞാൻ ഇങ്ങോട്ട് നീങ്ങി കയറ്റി സാറമ്മ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞു അമ്മയെ പറയുന്ന കേട്ടില്ലേ സാറമ്മ? അയ്യോ മോളെ നീ നിൽക്കുക. ഞാൻ പറഞ്ഞ ഞാനിടയ്ക്ക് വസന്തയൊക്കെ തൊഴിലുറപ്പിൽ പടിഞ്ഞാറുന്ന് വന്നു. ഞങ്ങൾ വേറെ കിഴക്കോട്ട് പോകാൻ നിൽക്കുക. വടക്കുന്നു ഭയങ്കര തീനപ്പുറത്ത് ഒരു തള്ളയാരാ മോളെന്നറിയാമോ? പൊന്നച്ചോ ഓട്ടിച്ചു ഞങ്ങള്. ഞാന് ഭയങ്കര ദീനമായിരുന്നു. അവരുടെ രീതി അത്ര ആണാണ്. ആവശ്യമുള്ളവരുടെ ആവശ്യമില്ലാത്തവർക്ക് എല്ലാം കിട്ടത്തില്ല. ഞാനന്ന് അക്കയോട് പറഞ്ഞത് ഇതുവഴി നടക്കുന്നതിന് വിരോധം കൊണ്ടല്ല പറഞ്ഞത്. എന്താണെന്നറിയാം? ഓക്കെ അന്ന് ഇതുവഴി വേറൊരു വിരോധം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. കാരണമേ ഒക്കെ നമ്മൾ പിടിച്ചാൽ പിന്നെ പറയും നമുക്ക് ഏതാണ്ടാണെന്ന്. കേട്ടോ? ഓക്കെ വഴക്ക് എന്തിനാക്കെ എന്ന് വിചാരിച്ചോണ്ടേ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയോ കുറേ പേര് നടക്കും, പിന്നെ നമ്മൾ പിടുത്തത്തിന് നടക്കണം. അല്ലാതെ നമുക്ക് വിരോധം ഉള്ളത് കൊണ്ടൊന്നും അല്ല. കേട്ടോ? ഓക്കെ ആരാ അതെ ഇവനങ്ങ് വഴി വേണമെന്ന് 1 മീറ്റർ വഴി ചുമ്മാതെ 1 മീറ്റർ വഴി എവിടെയൊക്കെ ഞങ്ങൾക്ക് വഴി കൊടുക്കാൻ സ്ഥലമുണ്ടോ? ഓക്കെ ഉണ്ടോ? ഓക്കെ ഞങ്ങളുടെ പെര നിൽക്കുന്നതൊക്കെ അറിയത്തില്ലയോ? ഞങ്ങൾക്ക് എന്തോ ഇനി പിന്നെ പടിഞ്ഞാറ് വശത്ത് വീതി വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് നടക്കണ്ടായോ കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും? ഇവന് കൊടുക്കാം. ഞങ്ങളുടെ ഈ വഴി വസ്തു വല്ലതും ഉണ്ടോ? ഇവ കിഴക്കേക്കാരുടെ ഏതാണ്ട് എന്തോ പടിഞ്ഞാറ് വശത്ത് ഇഷ്ടംപോലെ കിടക്കുമല്ലയോ? ഇവന് കോടികളും ലക്ഷങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇവൻ വാങ്ങിക്കാൻ പറയണം അല്ലയോ? ഒക്കെ
അവര് കൊടുക്കുമോ നോക്കണ്ട അല്ല കൊള്ളാം പണ്ട് തൊട്ട് ഇവര് താമസിക്കാൻ മറ്റേ അന്നത്തെ കാലത്തെ ഇവര് വഴി മേടിക്കണമായിരുന്നു കള്ളന്മാരൊക്കെ ഇരുന്ന സമയത്ത്. ഇപ്പൊ പൂച്ചക്കണ്ണ കൊടുക്കുവോ? പൂച്ചക്കണ്ണ കൊടുപ്പിക്കത്തില്ല. പിള്ളേര് കൊടുക്കണമെന്ന് വെച്ചാൽ പൂച്ചക്കണ്ണ കൊടുപ്പിക്കത്തില്ല. വഴിയിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുവോ? അതെ അല്ല ഇവന് കാശില്ലേ മരുമോക്കൊക്കെ മതിൽ കെട്ടിക്കൊടുക്കാന്ന് പറയണം. ഞങ്ങളുടെ തന്നെ പിടിക്കാൻ നടക്കുക. അപ്പൊ ഈ ചേട്ടത്തിക്ക് എവിടാ? അത് തന്നെ ഇവിടെ ഈ വീടുണ്ടല്ലോ അല്ലയോ? ആന്ന് ഏതാ? ഇല്ല മരിച്ചു പോയവൻ. ഇതെന്തോ വെള്ളമില്ലയോ? ആൾക്കാരാണെങ്കിൽ മണ്ണെടുത്തിട്ടേക്ക് വേണ്ട ദേശമെല്ലാം ചീറ്റാക്കിട്ടിട്ടേക്ക് അതുകൊണ്ട് ഗ്രാവലടിച്ചിട്ടാലും വഴി ഇങ്ങോട്ടുണ്ടോ? ഓക്കെ വഴി ഇങ്ങോട്ടുണ്ടോ? ഇല്ല. വഴിയാ